ഈ ഐക്യം എന്ന് പറഞ്ഞാല് എല്ലാ ആളുകളും, എല്ലാ ആശയക്കാരും, എല്ലാവരും അവരുടെ ആശയത്തിലായിട്ട് എല്ലാ വിഷയത്തിലും ഐക്യാക്കുക എന്നല്ല. അങ്ങനെ നമ്മളെ നാട്ടിൽ പൊതുവെ ഒരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്. വിഷയത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടും വിശ്വാസത്തിന്റെയും കർമ്മത്തിന്റെയും പെരുമാറ്റത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഐക്യണ്ടാകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ നബി തങ്ങൾ ദീന് പ്രബോധന സമയത്തിൽ ഈ അനൈക്യത്തിന്റെ വർത്തമാനം പറഞ്ഞു ആൾക്കാരുടെ ഭിന്നിപ്പുണ്ടാക്കുകയാണ്, ഇവിടെ പുതിയ മതം കൊണ്ടുവരികയാണ്, പുതിയ വിഷയം കൊണ്ടുവരികയാണ് എന്ന് പറഞ്ഞിട്ടാണ് അന്നും ആദ്യത്തെ ആളുകൾ പറഞ്ഞത്. അപ്പൊ ഇവിടെ ഐക്യം എന്ന് പറയുന്നത് എല്ലാ വിഷയത്തിലും എല്ലാത്തിലും ഐക്യാകുന്നല്ല. ദീനിന്റെ വിഷയത്തിൽ വരുന്ന ഐക്യം എന്ന് പറഞ്ഞത് വഅതസിമു ബിഹബിലില്ലാഹി ജമീഅ വലാ തഫറഖൂന, അള്ളാഹുവിന്റെ പാർശ്വത്തിൽ മുറുകെ പിടിക്കുക, നിങ്ങൾ വിട്ടുപിരിയരുത്. അപ്പോൾ ഐക്യം ഉണ്ടാകാനുള്ള മാർഗം എല്ലാവരും അള്ളാഹുവിന്റെ പാർശ്വത്തിലേക്ക് മുറുകെ പിടിക്കാന്നാണ്. അള്ളാഹുവിന്റെ പാർശ്വത്തിലേക്ക് വരാതെ ഐക്യം ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ ഓല അവിടെ നിന്നോട്ടെ വെലുപടി നിന്നോട്ടെ നമ്മൾ ഐക്യം എന്നാണ്. അങ്ങനെ ഒരു ഐക്യമില്ല. അള്ളാഹുവിന്റെ പാർശ്വത്തെ മുറുകെ പിടിക്കുക, എന്നിട്ട് ഐക്യം ഉണ്ടാകുക. ഇന്ത്യ രാജ്യക്കാരനാകുമ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ വിഷയത്തിൽ ഐക്യാവും. ഇന്ത്യ രാജ്യത്തിന്റെ ഒരു വിഷയം വരുമ്പോൾ നമ്മൾ ഇന്ത്യക്കാരെല്ലാവരും ഒന്നാകണം. അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ മതത്തിന്റെ പേരിലാകുമ്പോൾ മുസ്ലിങ്ങൾ അതൊരു ഐക്യം ഉണ്ടാവും, സുന്നികളുടെ ഐക്യം ഉണ്ടാവും. ഇതുപോലെ ഓരോ വിഷയത്തിലും മുറുകെ പിടിക്കുമ്പോൾ ആ വിഷയത്തിൽ ഐക്യം ഉണ്ടാവും. അതിൽ ആരാ ഭിന്നിപ്പുണ്ടാക്കുന്നത്? അവർ ഭിന്നിപ്പുണ്ടാക്കുന്നില്ല. ഇവിടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്നത് കേരളത്തിലെ ആധികാരികമായ സുന്നി പ്രസ്ഥാനമാണ്. അതിന്റെ തീരുമാനങ്ങൾ, മുഷാവറയുടെ തീരുമാനങ്ങൾ അംഗീകരിക്കുമ്പോൾ അതിൽ ഐക്യം ഉണ്ടാവും. അപ്പൊ അതിൽ നിന്ന് കുറെ ആളുകൾ തെറ്റിപ്പോയില്ലേ? സംസ്ഥാനക്കാർ തെറ്റിപ്പോയി, പിന്നെ AP-ക്കാർ തെറ്റിപ്പോയിട്ടുണ്ട്. ഇപ്പോ ചില ആളുകൾ സമസ്തയുടെ തീരുമാനം അംഗീകരിക്കാതെ ഒരു തെറ്റിപ്പോയിട്ടൊന്നുമില്ല, സമസ്ത എന്ന് പറഞ്ഞെടുക്കുന്നുണ്ട്, എന്നാൽ സമസ്തയുടെ തീരുമാനം അംഗീകരിക്കുന്നില്ല. അവർ തെറ്റാനുള്ള ഒരു പണി അവരെടുത്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ എല്ലാരും കൂട്ടി പിടിച്ചിട്ട് ഐക്യമാണോ, അവരെന്ത് പറഞ്ഞാലും വേണ്ടില്ല നമ്മൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞിട്ട് കീരിയായിട്ടും പാമ്പായിട്ടും നിന്നോട്ട് ഐക്യമാണെന്നാണ് അങ്ങനെ നടക്കുക. ഐക്യമാണ് വെച്ചെങ്കിൽ ഒന്നുകിൽ കീരി പാമ്പാവേണ്ടിയില്ലേ, പാമ്പ് കീരിയാണ്ടി, അവിടെ ഐക്യം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെ സമസ്തന്റെ മുഷാവറ എടുക്കുന്ന തീരുമാനം അതാണ് സമസ്തന്റെ ഐക്യം എന്നാണ്. അത് അംഗീകരിക്കുന്ന ആളുകൾക്ക് ഐക്യത്തിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ചിലർക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല പോലെ പോവുക. അപ്പൊ മറ്റവരും ഉണ്ടാണെങ്കിൽ എന്ന് കൊടുക്കുക, കാരണം ഐക്യം തകരുമെന്ന് അറിയാം. ഇങ്ങനെ ആയാൽ ലോകത്തെ എല്ലാ നിലപാടുകളും തകരൂലേ? ഇന്ത്യ രാജ്യത്തിനെതിരെ കുറച്ച് ആൾക്കാർ, കുറച്ച് ആൾക്കാർ ഇറങ്ങി രാജ്യത്തിന്റെ നിയമത്തിനെതിരെ ഇറങ്ങിയാൽ ഓരോ എതിർക്കണ്ട, അത് രാജ്യത്ത് ഭിന്നിപ്പുണ്ടാവും എന്ന് പറഞ്ഞ് കാത്തിക്കാൻ പറ്റുമോ? രാജ്യത്തിന്റെ നിയമത്തിനനുസരിച്ച് നിൽക്കേണ്ടി വരും. അതുപോലെ ഇസ്ലാം മതത്തിനെതിരെ ഇറങ്ങിയാൽ അങ്ങനെ വേണ്ടി വരും. ഏത് വിഷയത്തിലാണ് അങ്ങനെ? ഒരു മഹല്ലത്തിലാണെങ്കിൽ ഒരു മഹല്ലിന്റെ പ്രവർത്തനങ്ങൾക്കും മറ്റൊക്കെ എല്ലാ പ്രശ്നങ്ങളും ഒരു ടീം ഉണ്ടാക്കുക, മഹല്ല് തീരുമാനം അംഗീകരിക്കൂല എന്ന് പറയാം. അപ്പോൾ മഹല്ല് തീരുമാനങ്ങൾ അംഗീകരിക്കൂല എന്ന് പറയുമ്പോൾ മറ്റൊരു ഐക്യം തകരും. അതുകൊണ്ട് പോലെ എന്തെങ്കിലും കാട്ടിക്കോട്ടെ, ഇങ്ങനെ പറഞ്ഞാൽ ഐക്യവും. ഇനി ഒരു വീട്ടിലാണ് നോക്കുക, ഒരു വീട്ടിൽ എന്തൊക്കെയാ വിഷയങ്ങൾ ഉണ്ടാവും. ആ വീട്ടിൽ ഉള്ള വിഷയങ്ങൾ വരുമ്പോൾ ഒരാൾ വാപ്പാന്റെ തീരുമാനം അംഗീകരിക്കൂല, വാപ്പിമ്മയും പറഞ്ഞാൽ ഓ അംഗീകരിക്കൂല, ഓ അതിനെതിരെ വേറെ ഏർപ്പാട് നടത്തുക. അങ്ങനെ ഒരുത്തങ്ങനെ നടത്തുമ്പോൾ പറയാണ് നമ്മൾ ഐക്യം തകർക്കണ്ട, അതുകൊണ്ട് ഓൻ എന്ത് പറ്റിയാലും മണ്ടില്ല, ഓൻ ഒപ്പിച്ച് നമ്മളോട് നിർക്കുക, നമ്മളായിട്ട് വേറെ നടത്തണ്ട, ഓൻ ഒപ്പിച്ചോട് നിർക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കുക? ഇതിന്റെ വാപ്പ അമ്മ എന്ന് പറഞ്ഞത് സമസ്തന്റെ മുഷാവറാണ്. സമസ്തന്റെ ആ മുഷാവറ ഐക്യകണ്ഠേന എടുത്തതാണ് വാഫിക്കെതിരെയുള്ള തീരുമാനം, CSCക്കെതിരെ തീരുമാനം. ഹക്കീം ഫൈസി നേതൃത്വം നൽകുന്നതോ ഭാരവാഹിയാകുന്നതോ ആയ ഒന്നിന് സമസ്തക്ക് ഒരു ബന്ധമില്ല എന്ന് മുഷാവറ പല പ്രാവശ്യം പ്രഖ്യാപിച്ചതാണ്. ഇപ്പോഴും ഹക്കീം ഫൈസി സെക്രട്ടറി ആയ ഒരു സംവിധാനമാണ് CSC. ആ CSCന്റെ കീഴിലാണ് ഇന്നും റഷീദി അറബി കോളേജ് പ്രവർത്തിക്കുന്നത്. അത് കൊണ്ടെടുക്കും ചെയ്യുക, എന്നിട്ട് അത് സമസ്തന്റെ ആണെന്ന് പറയാ. പിന്നെ നമ്മൾ സമസ്തന്റെ ആൾക്കാരാന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാ പിന്നെ അവനോട് ഐക്യപ്പെടുന്നത്? വാപ്പ പറഞ്ഞതിന് അംഗീകരിക്കൂല, അമ്മ പറഞ്ഞതിന് അംഗീകരിക്കൂല, എന്നാൽ ഒരു വേറെ കളിച്ചും ചെയ്യും. നമ്മൾ അനയിക്കാണ്ടെന്നിട്ട് വിട്ടുക്കണമെന്നോ? നമ്മൾ ഓല് ചെയ്യണമൊക്കെ ചെയ്തോട്ടെ എന്നൊക്കെ, നമ്മളൊന്നും ചെയ്യാതെക്കാന്നോ? എന്താണ് ഈ ഐക്യം എന്ന് പറഞ്ഞ? വെറുതെ ഇങ്ങനെ ആളെ പിടിപ്പിച്ചതിനുള്ള അർത്ഥമുണ്ട്. ഐക്യമാണെന്ന് എല്ലാവരും പറയണ്ടേ? ഐക്യം വേണ്ടത് അള്ളാഹുവിന്റെ പാർശ്വത്തിൽ മുറുകെ പിടിച്ചുകൊണ്ടാണ്. അതിലേക്ക് എല്ലാവരും വരുമ്പോൾ ഐക്യമാവും, അതിന് ഭിന്നിച്ചു പോകുമ്പോൾ ഭിന്നിപ്പാവും ചെയ്യും.